നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 821 821. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം സർഗം 75 കലിയുഗം കൽക്കി അവതാരം എന്ന ഭാഗത്തു കൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 20ാമത്തെ ശ്ലോകം പറയുണ്ടായി. മുക്തി വിചാരം മാന്ദ്യം ഭുക്തിയിൽ മികവേറ്റലാണു നൈപുണ്യം ഉണ്ടും ഉറങ്ങിയും അങ്ങനെ ജീവിപ്പതു തന്നെ ജന്മസാഫല്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും കലികാലത്ത് എന്ന് പറഞ്ഞു. ഇനി 21ാമത്തെ ശ്ലോകം മുതൽക്ക് ശുഭകൃത്യങ്ങളിലെണ്ണ ചളിപോക്കുക മാത്രമായി വരും സ്നാനം. ശുഭകൃത്യങ്ങളിൽ എണ്ണ അതായത് ഉണ്ടാവില്ല, ശുഭകൃത്യങ്ങളിൽ ഇല്ല, ചളി പോക്കുക മാത്രമായി വരും സ്നാനം. അതായത് ശരീരത്തിൽ ചളി പറ്റിയ കഴുകിക്കളയാന്നല്ലാതെ കണ്ട് ശരീര സന്ധാരണത്തിൽ കൂടെ ഉള്ള ഈ ജീവനെ നിലനിർത്താൻ ശരീരത്തിന് ഒരു പ്രാധാന്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് പരിപാവനമായിട്ട് സൂക്ഷിക്കണമെന്നോ ഉള്ള താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞതിന് താല്പര്യം. പക്ഷേ ഈ സ്നാനം എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് ശരീര സ്നാനം, ഒന്ന് മനസ്സിൻ്റെ സ്നാനം. എന്തിനാ? മനസ്സിൽ ചളി പറ്റാതെ കണ്ടിരിക്കാൻ ശ്രമിക്കണം. മനസ്സിൽ ചെളി പറ്റി പുറമെ ശരീരമൊക്കെ സോപ്പിട്ട് തേച്ച് സ്പ്രേ ഒക്കെ അടിച്ച് നടന്നിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ചളി പോക്കുക മാത്രമായി വരും സ്നാനം. മുടിയുടെ വൈചിത്രത്താലാരും ലാവണ്യം ഉടനുടൻ നേടും. അല്ലേ? ചിലവർ സ്പൈക്ക് വെച്ച കൂട്ടത്തിൽ, അല്ലെങ്കിൽ ചിലവർ ബുഷ് വെച്ച കൂട്ടത്തിൽ, അങ്ങനെയൊക്കെ പലതരത്തിലുണ്ട്. അതാണ് പറഞ്ഞത്. മുടിയുടെ വൈചിത്രത്താലാരും ലാവണ്യം ഉടനുടൻ നേടും. പിന്നെ മനുഷ്യജന്മത്തിനെഴും മഹിമകളോർക്കാതെ മന്നിൽ മിക്കവരും. അതായത് 84 ലക്ഷം ജീവജാലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം കിട്ടിയാൽ മാത്രമേ ഊർധ്വഗതി പ്രാപിക്കാൻ പറ്റുള്ളൂ, മുമുക്ഷത്വത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതിനെ പറ്റിയിട്ടൊന്നും ആർക്കും ധാരണ ഉണ്ടാവില്ല എന്നാ. മഹിമകളോർക്കാതെ മന്നിൽ മിക്കവരും സുന്ദരവേഷം കെട്ടി സുഖിയന്മാരായി നടന്നു നാൾ പോക്കും. ചെത്തി നടക്കുക എന്നൊരു വാക്കുണ്ട്. ചെത്തി നടക്കുക. പുതിയ പുതിയ ആഡംബരംഗ വേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. നാണം മറയ്ക്കലല്ല ഉദ്ദേശം. അതുകൊണ്ട് സുന്ദരവേഷം കെട്ടി സുഖിയന്മാരായി നടന്നു നാൾ പോക്കും. പാവന സാഹോദര്യം. സാഹോദര്യം എന്നുള്ളത് വളരെ പരിപാവനാണ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കാശുണ്ടെങ്കിൽ ആരേനും ചേട്ടാന്ന് വിളിക്കാം, ചേച്ചിന്ന് വിളിക്കാം, അനിയത്തിന്ന് വിളിക്കാം. കാശില്ലെങ്കിൽ സംഗതി വളരെ മോശം. പക്ഷേ കാശില്ലാണ്ടവൻ്റെ അടുത്ത് ധർമ്മം ഉണ്ടെങ്കിലോ അവൻ സുപ്രീമാവും. ധർമ്മം എവിടെയാണ്? അല്ലേ? ദുര്യോധനൻ കുന്തിദേവിയുടെ അടുത്ത് യുദ്ധത്തിന് പോകുമ്പോൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അത്രേ അവർ പറഞ്ഞു ധർമ്മം വിജയിക്കും എന്ന് പറഞ്ഞു എന്നാ. അതിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. പരമശയോ. അപ്പോൾ പരമാനന്ദം കൊള്ളും പരപരിഹാസത്തിൽ മിക്ക മനുഷ്യരും. 99% ആൾക്കാരും പരന്മാരെ പരിഹസിക്കുക, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൽ താല്പര്യം കാണും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്രായോഗികമായി വരും ആധ്യാത്മികമാം വിശുദ്ധ വിജ്ഞാനം. അവിടെയാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. എന്താ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ഭാഗവതം മൂലം പറയുമ്പോൾ പറയണ്ടായി ഞാൻ എന്തുകൊണ്ടാണ് 4.5 കൊല്ലം
3500 ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സ് 1940-ലോ 50-ലോ നിൽക്കുകയാണ്. കാരണം ആർക്കും വേണ്ട. അതുകൊണ്ടാണ് അപ്രായോഗികമായി ഭാഗവതം പഠിച്ചാൽ കാശുണ്ടാക്കാൻ പറ്റില്ല, പരദൂഷണം പറയാൻ പറ്റില്ല, പരൻ്റെ സ്വത്ത് അപഹരിക്കാൻ പറ്റില്ല, വഴിക്കൂടെ പോണവരെ ലൈനടിക്കാൻ പറ്റില്ല. ഞാൻ തുറന്നോട് പറയാം. അപ്പം എന്തായി, ഇയാൾക്ക് എന്തോ തലയ്ക്ക് സുഖമില്ല, ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ അപ്രായോഗികമായി വരും ആധ്യാത്മികമാം വിശുദ്ധ വിജ്ഞാനം, അതൊന്ന് സമ്മതിക്കണം. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ വിശുദ്ധ വിജ്ഞാനാണ് എന്ന് അറിഞ്ഞാൽ രക്ഷപ്പെടും. അതില്ലേനി അശ്ലീലത്തിൻ പ്രചരണം അഭികാമ്യം മിക്കവർക്കും അക്കാലം. അല്ലേ, നല്ല പങ്കാലൊക്കെ എങ്ങനെ പോകും? അശ്ലീലത്തിൻ പ്രചരണം അഭികാമ്യം മിക്കവർക്കും അക്കാലം. നൂറാൾ മൂളുകിൽ നുണയും നൂതനം എന്നോതി നിഖിലം നുകരും. നിഖിലരും എല്ലാവരും നുകരും എന്ന് പറഞ്ഞ അർത്ഥം മണത്ത് നോക്കും, അല്ലെങ്കിൽ പിന്നെ ആക്സെപ്റ്റ് ചെയ്യും. എന്തിനെ? നൂറാൾ മൂളുകിൽ നുണയും നൂതനമെന്നോതി. ഇല്ലേ, ശരിയാണ്. 100 ആൾ സമ്മതിച്ചാൽ അവിടെയാണ്. സത്യസമത്വ ശമാദികൾ അത്യധികം മങ്ങിമാഞ്ഞിടും കലിയിൽ. കലികാലത്ത് സത്യം, സമത്വം, ശമാദികൾ ഒന്നുമില്ലാതെ ഉണ്ടാവും. വിനിയികൾ വിഡ്ഢികളാകും. വിനയം ശീലിച്ചാൽ വിഡ്ഢികളാവും. വിനയികൾ വിഡ്ഢികളാകും. വീമ്പുര ചെയ്വോൻ വിശിഷ്ടനായി തീരും. വീമ്പ് പറയുന്നവരെ, തള്ളുന്നവരെ അർത്ഥം, തള്ളുന്നവരെ വിശിഷ്ടനായി തീരും. വേഷാഡംബരം ഓർത്താം. വേഷത്തിലുള്ള ആഡംബരം മനസ്സിലാക്കിയിട്ടാണ് ആള് എങ്ങനെയാന്നുള്ളത് പറയാം. വിലകാൺമതും മിക്ക പേരും അക്കാലം, അതായത് വളരെ വരാൻ പോകുന്ന കാലത്തിനെ പറ്റിയിട്ട്, അതാണ് അക്കാലം എന്ന് പറയുന്നത്. വേഷാഡംബരം ഓർത്താം വിലകാൺമതു മിക്ക പേരും അക്കാലം. പാരിന് പരമാർത്ഥത്തിൻ പാവന സൗന്ദര്യരശ്മി കാട്ടാതെ. പാരിന് ലോകത്തിന് പരമാർത്ഥത്തിൻ പാവന സൗന്ദര്യരശ്മി കാട്ടാതെ. എന്നോട് ചോദിക്കും, എന്താ സപ്താഹത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞത്? ഇതാണ് കാരണം. പാരിന് പരമാർത്ഥത്തിൻ പാവന സൗന്ദര്യരശ്മി കാട്ടും ഞാൻ. അത് ആൾക്കാർക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. വീട് വിട്ടു പോകാൻ പറ്റില്ല. എല്ലാവരും പിന്നെ വയോവൃദ്ധന്മാരായി തുടങ്ങി. നമ്മൾക്ക് ഈ കുട്ടിക്കാലം മനസ്സിൽ തോന്നാൻ കാരണം എന്താ? സദാസേവ്യ സദാസേവ്യ ഭാഗവതം. തല നരച്ചാലും മനസ്സ് നരയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ? ഭഗവാന്റെ കൃപ. ഞാൻ അത്രേ പറയുള്ളൂ, എൻ്റെ കേമത്ര അല്ലാതെ. അപ്പോൾ പലവക പരിഹാസാദികൾ കാട്ടും കലികാല വിധി സാഹിത്യം. കലികാല വിവിധ സാഹിത്യം. പല പല പരിഹാസാദികൾ കാട്ടും കലികാല വിവിധ സാഹിത്യം. അല്ലേ, ഇപ്പോൾ എത്ര അവതാരം നമ്മൾ സപ്താഹത്തിന് പറയുന്നുണ്ട്, അത്രയും ഫ്ലക്സുകൾ വരും. അതാണ് പരിഹാസം. ആർക്ക്? വിജ്ഞാനികൾക്ക്. ഒന്നും അറിയാത്തവർക്കോ ഇല്ലേ. ഇപ്പോൾ ബോംബെയിലൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു 200 ആളെ ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഒരു 180 ആളുടെ അടുത്തെങ്കിലും ഗ്രന്ഥം ഉണ്ടാവും. നാട്ടിലോ ഈ വായിക്കുന്ന ആളുടെ അടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി 10,000 ആൾക്കാർ ഊണ് കഴിച്ച് പോവും. എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് പുണ്യഗ്രന്ഥം ചിതലും പൊതുവാർത്തകൾ മാത്രമാളുകളും തിന്നും. പുണ്യഗ്രന്ഥം ചിതല് തിന്നും. ആ പ്രയോഗം എനിക്കിഷ്ടമായി. പുണ്യഗ്രന്ഥം ചിതലും പുതുവാർത്തകൾ മാത്രം ആളുകളും തിന്നും. അപ്പോൾ തിന്നും എന്നുള്ളത് രണ്ടാൾക്കും കൂടിയിട്ട് ഒന്നാക്കി. എന്നിട്ടോ ഭക്തി സുഗന്ധം കാണുകിൽ മതമെന്നുര ചെയ്തു ദൂരെ മാറ്റിയിടും. അല്ലേ, മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞെന്താ? ന്യൂനപക്ഷക്കാർക്കൊക്കെ ആവാമെന്നും മറ്റുള്ളവർക്കൊന്നും പാടില്ല എന്ന്. അങ്ങനെയാണ്. അപ്പോൾ ഭക്തി സുഗന്ധം കാണുകിൽ മതമെന്നുര ചെയ്തു ദൂരെ മാറ്റിയിടും. എല്ലാം ഒന്നൊന്നോതും തന്നോടേറ്റാലുടൻ തരൻ മാറും. എത്ര ക്ലിപ്തായിട്ടാണ് വ്യാസർ പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒന്നൊന്നോതും തന്നോടേറ്റാലുടൻ തരൻ മാറും. അല്ലേ,
ഭക്തിയിലല്ലാതാവിധം ആവുകൾ ഇല്ലെന്നറിഞ്ഞിടില്ലാരും. ഭക്തിയിലല്ലാതാവിധം ആവുകയില്ലെന്നറിഞ്ഞിടില്ലാരും. പേരിന് മാത്രമേ മതേതരത്വമെന്ന് പറയുന്നുള്ളൂ, കാര്യം വരുമ്പോൾ മതമുണ്ട് അല്ലേ? അതന്നെ. എവിടെയും ഒരുപോലുണ്ണും, അത് പാടില്ല. എവിടെയും ഒരുപോലൊന്നും തരുണിയെയും തൊട്ടനുഗ്രഹം നൽകും. അനുഗ്രഹം കൈ ഇങ്ങനെ കാണിച്ചാൽ മതി, അനുഗ്രഹിച്ചു. അതാണ് പണ്ടത്തെ ആൾക്കാരെ കൈ രണ്ടും പൊക്കിയിട്ട് ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഇതങ്ങനല്ല, ശിരസിൽ വെക്കണം, കവളത്തൊക്കെ ഒന്ന് തൊടണം, താടിയൊക്കെ ഒന്ന് ഒഴിയണം, എന്നാലേ ദക്ഷിണ കിട്ടുള്ളൂ എന്നുള്ള നിലയിലേക്ക് എത്തിപ്പോകും. അവിടെയാണ്. അപ്പോൾ എവിടെയും ഒരുപോലുണ്ണും തരുണിയെയും തൊട്ടനുഗ്രഹം നൽകും. സമഭാവന കലികാലത്തങ്ങിനെയായാലും ഒരുവിധം മതിയാം. ഭക്തനും ഇടയില്ലാതാം പരിപാടികളാൽ ഭജിക്കുവാൻ പോലും. ഭക്തനും ഇടയില്ലാതാം, ഭക്തന് സമയമില്ല ഒന്നിനും. കാരണം എന്താ? പരിപാടികളാൽ ഭജിക്കുവാൻ പോലും. ധർമാചരണം ഭക്തിജ്ഞാനാദിക്കല്ല മേന്മ കാണിപ്പാൻ. മേന്മ കാണിപ്പാൻ എല്ലാവരും ഉണ്ട്, കസവും ഉണ്ടൊക്കെ ഇങ്ങനെ പലതരത്തിലെ അല്ലേ, ഒന്ന് കൈ കൂടെ ഇങ്ങനെ തൂക്കി, ഒന്ന് തോളത്ത് കൂടെ ഇങ്ങനെ ഇട്ടിട്ട് പലതരത്തിലെ കരയൊക്കെ സ്ത്രീക്ക് ഇട്ടിട്ട് വേണം എന്നൊക്കെ ശാഠ്യം പിടിക്കേണ്ട ആൾക്കാരെ. അപ്പോൾ പറഞ്ഞു, ധർമാചരണം ഭക്തി ജ്ഞാനാദിക്കല്ല മേന്മ കാണിപ്പാൻ. അത്രയും അധികം മർത്യന് ബാഹ്യാചാരങ്ങൾ മാത്രമായി തീരും. അതായത് ഈ 7 ദിവസം പിന്നെ സപ്താഹത്തിൽ ഐശ്വര്യപൂജ വേണം, നിർബന്ധമാണ് ആൾക്കാർക്ക്. ഉണ്ണിയൂട്ട് വേണമെന്ന് നിർബന്ധമാണ്. രുക്മിണി സ്വയംവരം പിന്നെ എന്ത് വേണം, പ്രൊസഷൻ വേണമെന്ന് നിർബന്ധമാണ്. അവതാരത്തിന് ഉറിയടി വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അത്രയും അധികം മർത്യന് ബാഹ്യാചാരങ്ങൾ, വിളക്ക് പൂജ, ഐശ്വര്യ പൂജ ഇല്ലേ, വിദ്യാഗോപാലാർച്ചന. വിദ്യാഗോപാലാർച്ചന പഠിക്കണ്ട, വിദ്യാഗോപാലാർച്ചന ചെയ്താൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്, അത്രയും അധികം മർത്യന് ബാഹ്യാചാരങ്ങൾ, ആചാരങ്ങൾ ബാഹ്യമായിട്ട്, ആന്തരികമായിട്ടുള്ള ആചാരമില്ല. ഭക്തിശ്രദ്ധയോടുകൂടി ഏകാഗ്രതയോടുകൂടി ഭഗവാനെ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ സമയമില്ല മാഷ എന്ന് പറയും. എന്നിട്ടോ പ്രാകൃതരംഗം പുത്തൻ പ്രസ്ഥാനം പലതും അനുദിനം തുടരും. പ്രാകൃതര്, ഒന്നും അറിയാത്തവര് എന്ത് ചെയ്യുന്ന പറഞ്ഞത്? പുത്തൻ പ്രസ്ഥാനം പലതും അനുദിനം തുടരും. ഇപ്പോൾ ഫ്ലൂട്ട്, വയലിൻ, മൃദംഗമൊക്കെ തുടങ്ങിയിട്ടുണ്ട് സപ്താഹത്തിന്. അങ്ങനെയാണ്. എങ്ങനെയാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ സാധിക്കുക? അതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വേണമെന്ന ആൾക്കാർക്കൊരു ധാരണയും വരും. അബലകൾ ആണുങ്ങളോടും വിദ്യാർത്ഥികളും ഒത്തുചേർന്നു ഗുരുവോടും പ്രജകൾ ഭരിപ്പവരോടും കലികാലത്തിൽ കയർത്തിടും നിത്യം. ആരൊക്കെ ആരോട് കയർക്കുന്ന പറഞ്ഞത്? അബലകൾ ആണുങ്ങളോടും. സ്ത്രീകളെന്ന് പറഞ്ഞില്ല എന്ന് മാത്രം, അബലകളെന്ന് പറഞ്ഞു വെച്ചു. അബലകൾ ആണുങ്ങളോടും വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ഗുരുവോടും. ഗരാവോ ചെയ്യും, മൂത്രമൊഴിക്കാൻ പോകാൻ സമ്മതിക്കില്ല. അങ്ങനെയാണ്. ഊണ് കഴിക്കാൻ പോകാൻ സമ്മതിക്കില്ല, ഖരാവോ. വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് പല പേരിലും അല്ലേ, ഒത്തുചേർന്ന് ഗുരുവോടും പ്രജകൾ ഭരിപ്പവരോടും. 5 കൊല്ലം വോട്ട് എടുത്ത് എലക്ട് ചെയ്ത് വന്നവരെ ഭരിക്കാൻ സമ്മതിക്കില്ല. ആര് ഭരിക്കുകയാണെങ്കിലും എതിർപ്പ് പറയാം. താൻ ഭരിക്കുമ്പോൾ ഞാൻ എതിർപ്പ് പറയും, ഞാൻ ഭരിക്കുമ്പോൾ നിങ്ങൾ എതിർപ്പ് പറയും. ഇങ്ങനെ തന്നെ. അപ്പോൾ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ഗുരുവോടും പ്രജകൾ ഭരിപ്പവരോടും കലികാലത്തിൽ കയർത്തിടും നിത്യം. അല്ലേ? കുടിക്കാൻ വെള്ളമില്ല, പക്ഷേ വാട്ടർ മിസൈൽ ഇടാൻ വെള്ളമുണ്ട് പോലീസിന്. പീരങ്കി, വാട്ടർ പീരങ്കി, അങ്ങനെയാണ്. പിന്നെ പറഞ്ഞു, പൈതൃക പാരമ്പര്യവും ഉപനയനം തൊട്ട കർമ്മവും വേണ്ട. പൈതൃകമായിട്ടുള്ളതൊന്നും വേണ്ടതാ. ഉപനയനം ബ്രാഹ്മണർക്ക് വേണ്ടേ വേണ്ട. പൈതൃക പാരമ്പര്യവും ഉപനയനം തൊട്ട കർമ്മവും വേണ്ട.
വേദാഭ്യാസാദികളുടെ വേദികളിൽ ചെന്നിരുന്നു മുഷിയേണ്ട. അല്ലേ? വേദാഭ്യാസാദികൾ, വേദങ്ങൾ ഓത്തുചൊല്ലി മനനം ചെയ്ത് ഉറപ്പിക്കുക, അതാണ് ഓത്തുചൊല്ലുക. അപ്പോൾ വേദാഭ്യാസാദികളുടെ വേദികളിൽ ചെന്നിരുന്നു മുഷിയേണ്ട. ആചാരാദികൾ അന്യനെ ബോധിപ്പാനെന്നും ഉപായം മുര ചെയ്യാം. അന്യനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ട് ചിലത്. ഇല്ലേ? ഇപ്പോഴത്തെ അന്യോന്യം ഇവിടെ പിന്നെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഈ അടപ്പാളടുത്ത് ഉണ്ട്, പേര് എനിക്ക് ശരിക്കും കിട്ടുന്നില്ല. അന്യോന്യം 10-20 ദിവസത്തെ തമാശ നടക്കും. അത് അവർ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്താണെന്നുള്ളത് കേൾക്കണവർക്ക് മനസ്സിലാവണ്ടേ? അപ്പം സാമാന്യം സംസ്കൃതത്തിൽ വിദ്യാഭ്യാസം ഉണ്ടായാലല്ലേ ഈ അന്യോന്യം ഒത്തുചൊല്ലണത് മനസ്സിലാവുള്ളൂ. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് അപ്പോൾ വേദാഭ്യാസാദികളുടെ വേദികളിൽ ചെന്നിരുന്നു മുഷിയേണ്ട. ആചാരാദികൾ അന്യനു ബോധിപ്പാൻ എന്നും ഉപായം മുര ചെയ്യാം. ബ്രഹ്മജ്ഞാനം മതിയെന്നോതാം സൂത്രമായതാൻ കാൺമാൻ. ഉള്ളിലതുള്ളോരല്ലാതറിയുകയും ചെയ്യുകില്ലതും പൊറുതി. ബ്രഹ്മജ്ഞാനം മതിയെന്നോതാം. ഈ ബ്രഹ്മജ്ഞാനം എന്താണെന്നറിയണ്ടേ? അഞ്ജനമെന്നത് ഞാൻ അറിയും, മഞ്ഞൾ പോലെ വെളുത്തിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ബ്രഹ്മജ്ഞാനം. ബഹുസൂത്രമായി യഥാൻ കാൺമാനുള്ളിൽ അതുള്ളോരല്ലാതറിയുകയും ചെയ്യുകില്ല അതും പൊറുതി. അല്ലേ? പിന്നെയോ നാവാൽ നന്മയുരയ്ക്കും. നിനക്ക് നല്ലത് വരട്ടെ. എങ്ങനെയാണ് ഇയാളുടെ കുതികാല് വിട്ടുന്ന പിന്നെ ആലോചന. നാവാൽ നന്മയുരയ്ക്കും, നാറും അസൂയാതി മതിയിലും വയ്ക്കും. മതിയിലും വയ്ക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ വയ്ക്കാന്നർത്ഥം. മധുമൊഴി മുമ്പിൽ ചൊല്ലും മറിയുകിൽ അവൾ അളവറ്റ ദൂഷണം ചെയ്യും. മധുമൊഴി മുന്നിൽ കാണുമ്പോൾ മധുരമായി സംസാരിക്കും. മധുമൊഴി മുമ്പിൽ ചൊല്ലും മറയുകിൽ അളവറ്റ ദൂഷണം ചെയ്യും. അത്തരം ഉലകിൻ ഭരണം കയ്യു കേറുന്ന കശ്മലന്മാരാം. അത്തരം അങ്ങനെ ലോകത്തിലെ ഭരണം കയ്യു കേറുന്ന കശ്മലന്മാരാം. അവരുടെ ബാധ നിമിത്തം, ആരുടെ? കശ്മലന്മാരുടെ ബാധ നിമിത്തം നാടും വീടും വെടിഞ്ഞിടും പ്രജകൾ. നാടും വീടും വെടിഞ്ഞിടും പ്രജകൾ. മഴയില്ലായ്മ, തണുപ്പ്, അതിദുർഭിക്ഷം. തണുപ്പ്, അതിദുർഭിക്ഷം, ഭക്ഷിക്കാൻ സാധനങ്ങൾ കിട്ടാതെ കണ്ട് വലിയ നികുതിയേറ്റം ഇവകയാൽ ഉഴലും വല്ലാതാളുകൾ. അധിക വിശപ്പും വിചിന്തനം കൊണ്ടും. വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് ഗാസയിലൊക്കെ ആൾക്കാർ ഒരുപാട് മരിക്കണമെന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ. അപ്പോൾ ഉഴലും വല്ലാതാളുകൾ അധിക വിശപ്പും വിചിന്തനം കൊണ്ടും. പരമായുസ് മനുഷ്യന് 20 അല്ലെങ്കിൽ 30 ആണ്ടോളം ദേഹം കുറുതായിത്തീരും. ഉയരം വയ്ക്കാണ്ടാവും ആൾക്കാർ. ആയുസ് 20-30 ഉള്ളിൽ ഒരുപാട് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ ഹൃദയസ്തംഭനം ആയിട്ട് മരിക്കും. കാരണം എന്താ? വികാര സംഘട്ടനങ്ങൾ. കാശ് കിട്ടും. നമ്മളെ എക്സ്ക്യൂസ് ചെയ്യണ കൂട്ടത്തിൽ 12 മണിക്കൂർ 16 മണിക്കൂർ ജോലി ചെയ്യിപ്പിക്കും. അപ്പോൾ പൊറുതി മുട്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യണു? ആത്മഹത്യ ചെയ്യണം. ആത്മഹത്യ ആരോടും പറയാൻ പറ്റില്ല. വീട്ടുകാരോട് പറയും നമുക്ക് പണിയെടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്, നീ പണിയെടുത്തില്ലെങ്കിൽ ഞങ്ങളെങ്ങനെ ലാവിഷായിട്ട് ജീവിക്കും? ഇങ്ങനെ ചോദ്യങ്ങൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ദേഹം കുറുതായിത്തീരും. വർണ്ണാശ്രമധർമ്മം അനുദിനം ചിതറും, ചിതറും. ആർക്കും സ്തുതി ചെയ്യാൻ അറിയില്ല, സ്വസ്ത്രങ്ങൾ അറിയില്ല, എല്ലാം കുറുക്കുവഴി. അങ്ങനെയാണ്. മാത്രമല്ല വൈദിക മാർഗം തകരും. ഇനി എന്താ തകരാനുള്ളത്? വൈദിക മാർഗം തകരും. പാഖണ്ഡമതങ്ങൾ വന്നുടൻ പകരും. പാഖണ്ഡമതങ്ങൾ, മത്സ്യമാംസങ്ങൾ നിവേദ്യമാക്കിയിട്ട് അങ്ങനെ തുടരുന്നാണ് പറഞ്ഞത്. അപ്പം ഉണ്ട് വടക്കൻ
പിന്നെ മലബാറിലൊക്കെ ഒരു ദേവീക്ഷേത്രത്തിൽ കോഴിക്കാല് ചതച്ചത്, അതായത് പല്ലില്ലാത്തവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കടിക്കേണ്ട ആവശ്യമില്ല, ചവച്ച് തിന്നാൽ മതി, ഉപ്പും പുളിയും ഒക്കെ ഇട്ടിട്ട്. ആ ഭഗവതിക്ക് അതാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ അവിടെ പോവും. നേരായ മാർഗത്തിൽ പൂജ നടക്കുന്ന സ്ഥലത്ത് ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ വൈദിക മാർഗം തകരും, പാകണ്ഡമതങ്ങൾ വന്നുടൻ പകരും, മാടുകൾ ആടുകൾ പോലാം, മാടുകൾ ആടുകൾ പോലാം. പശു ആടുകളുടെ അത്ര ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് കുറിയവരാവെന്ന് പറഞ്ഞ മാതിരി നാൽക്കാലികൾ ചെറിയ നാൽക്കാലികളായിട്ട് തീരും. മാടുകൾ ആടുകൾ പോലാം, നാൽവരും ഒരുപോലെയായി വരും കലിയിൽ. നാൽവരും നാൽവരും ഒരുപോലെയായി വരും കലിയിൽ. എല്ലാവരും മധുപാനം ചെയ്യാൻ, അതായത് ലൈസൻസ്ഡാണല്ലോ അല്ലേ. ഇപ്പോൾ പിന്നെ IT കമ്പനികൾ ധാരാളമുള്ള സ്ഥലത്ത് വിദേശ മദ്യം വിൽക്കാം എന്ന് ഗവൺമെൻറ് പറയാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഞാൻ പേപ്പറിലൊരു ന്യൂസ് കേട്ടു, നായാടാൻ, അതായത് പണ്ട് രാജാക്കന്മാർ നായാടിയിരുന്നു, അത് അവരുടെ വിനോദത്തിനായിരുന്നില്ല. ഇപ്പോൾ വിനോദത്തിനാവാം. എന്നാൽ വിദേശികളും വരും ഈ കൃഷി നശിപ്പിക്കുന്ന ജന്തുക്കളെ കൊല്ലാം. അപ്പം മാംസഭക്ഷണം ധാരാളം ആവാം, പന്നി ഇറച്ചിയൊക്കെ ധാരാളം കഴിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാടുകൾ ആടുകൾ പോലാം, നാലുവരും ഒരുപോലെയായി വരും കലയിൽ, വീടുകൾ പോലാം ആശ്രമം ഉറ്റവർ പത്നി ഗൃഹത്തിലുള്ളോരാം. സ്വന്തം ജന്മം തന്ന അച്ഛനമ്മമാർക്ക് വിലയില്ലാതെ കണ്ട് പത്നി ഗൃഹത്തിലുള്ളവരെ, അങ്ങനെയാണ് പത്നി ഗൃഹത്തിലുള്ളവരെ. എന്താ ചെയ്യാ? ചെറുതാം ഇനിയും സസ്യം ചെറുവഴുതിന പോലെയായി വരും വൃക്ഷം. ചെറുതാം ഇനിയും സസ്യം, ചെറുതാം ഇനിയും സസ്യം ചെറുവഴുതിന പോലെയായി വരും വൃക്ഷം. മരങ്ങളൊക്കെ ഇപ്പം ശരിക്കും പ്ലാവും മാവുകൾ എവിടെ ഉള്ളത്? ഒക്കെ ബഡ് ചെയ്തതാണ്. അതായത് പാത്രത്തിൽ നിന്നിട്ട് തന്നെ ചക്ക ഉണ്ടാവും. ചക്കയുടെ ആകാരം നല്ലൊരു ഓമക്കായുടെ പപ്പായുടെ അത്രേ ഉണ്ടാവുള്ളൂ. മാങ്ങകളൊക്കെ ഉണ്ണിയപ്പം പോലെയാവും. ഉണ്ണിയപ്പം എങ്ങനെയാവും? ഉണ്ണിയപ്പം ഏറെക്കുറെ സൈസിലിപ്പോൾ ഈ ഡേറ്റ്സ് എന്താണെന്നാ പറയാം, അതിൻ്റെ പേര് ചിലപ്പോൾ കിട്ടുന്നില്ല, ഈത്തപ്പഴം പോലെ. അപ്പോൾ ചെറുതാമിനിയും സസ്യം ചെറുവഴുതിന പോലെയായി വരും വൃക്ഷം. ധർമ്മം പിന്തള്ളിടും അന്നേ മട്ടും ഒരുമ്പെടും പണം നേടാൻ. ധർമ്മം പിൻതള്ളിടും അന്ന് എമ്മട്ടും ഒരുമ്പെടും പണം നേടാൻ. ധർമ്മമില്ലാണ്ട് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുതികാല വെട്ടലൊക്കെ ഉണ്ടാവും. ആലയം അതിഥി വരാതാം. ആലയം വീടുകളിൽ അതിഥികൾ വരാതെ ഉണ്ടാവും. ഇപ്പം ഇല്ലല്ലോ, ആരും പറഞ്ഞിട്ട് തിഥി അറിയാണ്ട് വരണവരാ അതിഥികൾ. ഇന്നങ്ങനെയല്ല, ഫോൺ ചെയ്ത് വരുമ്പോൾ ഫോൺ ചെയ്യണേ എന്ന് പറയും. അപ്പോൾ ഫോൺ ചെയ്യും, ഞാൻ ഇന്ന ദിവസം വരുന്നുണ്ട്. അയ്യോ ഞങ്ങൾക്ക് അന്നൊരു കല്യാണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആശുപത്രി പോകണല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളുടെ ഫോൺ നമ്പർ തരും, ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഇവിടെ ഫ്രീ ഉള്ള ദിവസം വിളിക്കാം. അവര് വിളി വരില്ല. ഇതൊക്കെയാണ്. അപ്പോൾ ധർമ്മം പിന്തള്ളിടും അന്ന് എമ്മട്ടും ഒരുമ്പെടും പണം നേടാൻ. ആലയം അതിഥി വരാതാം മിന്നൽ പിണർ മാത്രമായി വരും മേഘം. അതായത് മഴ പെയ്യില്ല, ഇടിവെട്ടും, അത്രയേ ഉള്ളൂ. കരിമ്പനൊക്കെ നിന്ന് കത്തും, വെള്ളം ഉണ്ടാവില്ല, മഴ ഉണ്ടാവില്ല. ആലയം അതിഥി വരാതാം മിന്നൽ പിണർ മാത്രമായി വരും മേഘം. കലിയുഗം ഒടുവാകുമ്പോൾ അഖിലരും ഈ മട്ടിലേറെ മാഴുകുമ്പോൾ. കലിയുഗം ഒടുവാകുമ്പോൾ അഖിലരും എല്ലാവരും ഈ മട്ടിലേറെ മാഴുകുമ്പോൾ.
ശമ്പളം എന്നു വിളിക്കൊണ്ടിടും ഗ്രാമത്തിൽ വിപ്രപുങ്കവനായി. അവിടെയാണ് കൽക്കി അവതാരം വരുന്നത്. ശമ്പളമെന്ന് വിളിക്കൊണ്ടിടും ഗ്രാമത്തിൽ വിപ്രപുങ്കവനായി വിലസും വിഷ്ണു യശസ്സിൻ മകനായും കൽക്കി എന്ന പേരാർന്നും ധർമ്മം രക്ഷിപ്പതിന് അലിവാർന്ന് അവതാരമാർന്നിടും ഭഗവാൻ. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഈ സ്റ്റുഡിയോ ഒക്കെ മാറ്റി. കാരണം സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ മഴ പെയ്താൽ ശബ്ദകോലാഹലം കൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ പോകുമ്പോഴും വരുമ്പോഴും നനയും ചെയ്യും. ഇതിപ്പോൾ പഴയ മാതിരി ഇത് തുടക്കത്തിലുണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് എത്തി ഞാൻ. മൂഷികസ്ത്രീ വീണ്ടും മൂഷികസ്ത്രീയായി പറഞ്ഞ മാതിരി. സാരമില്ല, കാര്യങ്ങൾ നടക്കണം അല്ലേ. അപ്പോൾ ഇവിടെ പറയണു ധർമ്മം. അപ്പോൾ വിലസും അപ്പോൾ കലിയുഗം ഒടുവാകുമ്പോൾ അഖിലനും ഈ മട്ടിലേറെ മാഴുകുമ്പോൾ ശമ്പളമെന്നു വിളി കൊണ്ടിടും ഗ്രാമത്തിൽ വിപ്രപുങ്കവനായി ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് വിലസും വിഷ്ണു യശസ്സിൻ മകനായും വിഷ്ണു യശസ് എന്നാണ് മകനായിട്ട് ഭഗവാൻ കൽക്കി എന്ന പേരാർന്നും ധർമ്മം രക്ഷിപ്പതിന് അലിവാർന്നവതാരമാർന്നിടും അഷ്ടൈശ്വര്യ സമന്യുതൻ അഖിലാത്മാവാം അനന്ത ഗുണധാമം. ഭഗവാൻ ആരാന്ന് പറയണേ? അഷ്ടൈശ്വര്യ സമന്യുതൻ അഖിലാത്മാവാം അനന്ത ഗുണധാമം. കുമതികൾ വിറകൊണ്ടിടേ. കുമതികൾ സന്മനസ്സില്ലാത്ത ആൾക്കാർക്ക് വെറി പൂണ്ടവരായിട്ട് മാറും. കുതിരപ്പുറമേറിയ മഹാവീരൻ. അപ്പോൾ ഈ കൽക്കി എങ്ങനെയാ സഞ്ചരിക്കണേ? വാള എടുത്ത് വീശാൻ വേണ്ടി തയ്യാറായിട്ട് കുതിരപ്പുറമേറിയ മഹാവീരൻ ദുഷ്ടന്മാർ തലകൊയ്യും. അങ്ങനൊരു കാലം വരും. വാളാൽ കോടിക്കണക്കിൽ അതിവേഗം അന്നാളുടയോനണിയും കളപച്ചാർത്തിൻ്റെ ദിവ്യസൗരഭ്യം. അപ്പോൾ അന്നാളുടയോനണിയും കളപച്ചാർത്തിൻ്റെ ദിവ്യസൗരഭ്യം. കാറ്റത്തൊരു തരി മുകരാൻ ഇടവന്നുള്ളോർകൾ. കാറ്റത്ത് അല്ലേ, കാറ്റത്തൊരു തരി മുകരാൻ ഇടവരുന്നുള്ളോർകൾ വിശ്വപാവനരാം. അതായത് ഈ ഭഗവാന് ആടിയിട്ടുള്ള കളഭത്തിൻ്റെ ഒരു തരി മേല് വീഴുന്നത് വളരെയധികം ആശ്വാസകരമായി തോന്നുന്ന ഒരു ദിനം വരുന്ന പറഞ്ഞത്. കാറ്റത്തൊരു തരി മുകരാനിടവന്നുള്ളോർകൾ വിശ്വപാവനരാം. അവരുടെ പുണ്യപരമ്പര പോലും ധർമ്മിഷ്ഠമായി വിലസിടും. ധർമ്മിഷ്ഠമായി വിലസിടും അവിടുന്ന് അവതാരം ചെയ്തൊരു ദിവസം തൊട്ടു കൃതയുഗം പാരിൽ. അപ്പൊ കൽക്കിയായി അവതാരം ചെയ്ത് കോടാനുകോടി ദുഷ്ടന്മാരെ കൊന്ന് ഭഗവാൻ കളഭാഭിഷിക്തനായി തീരുന്നതോടുകൂടി കലിയുഗത്തിൻ്റെ അന്ത്യം കുറിച്ച് പിന്നെ എന്താവും? കൃതയുഗത്തിൻ്റെ തുടക്കാവുന്ന. അതിനിപ്പോൾ എത്ര കാലം വെയിറ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടുന്ന് അവതാരം ചെയ്തൊരു ദിവസം തൊട്ടു കൃതയുഗം പാരിൽ തുടരും മാനുഷർ ഐക്യസ്നേഹാദികളാർമേവും എങ്ങെങ്ങും. ഈ ഒരു വെള്ളിരേഖ ആകാശത്തിലുണ്ട്, വരും എന്ന് വിചാരിച്ച് നമുക്ക് ജീവിക്കാം അല്ലേ. അതെങ്ങനെയെന്ന് പറയുന്നുണ്ട്. അവിടുന്ന് അവതാരം ചെയ്തൊരു ദിവസം തൊട്ടു കൃതയുഗം പാരിൽ തുടരും മാനുഷർ ഐക്യസ്നേഹാദികളാർന്നുമേവും എങ്ങെങ്ങും. പൂയം നാളിൽ കർക്കിടക രാശിയിൽ ആദ്യത്തിനോടും ഒരു കാലം ഗുരുവും ചന്ദ്രനും ഒരുമിച്ചണയും ദിനം അന്ന് കൃതയുഗാരംഭം. അപ്പൊ കൃതയുഗം ഏത് ദിവസം വരും കൂടി പ്രവചിച്ചിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. ഈ ദ്വാപരയുഗത്തിൽ എഴുതിയിട്ടുള്ള ഭാഗവതം അല്ലേ, സംഭവിച്ച ഭാഗവത സിദ്ധാന്തം ഈ പിന്നെ എന്താ പറയുക, കലിയുഗം കഴിഞ്ഞ് കൃതയുഗം എന്ന് വരുന്ന പറഞ്ഞത്. പൂയം നാളിൽ കർക്കിടക രാശിയിൽ ആദിത്യനോടും ഒരു കാലം ഗുരുവും ചന്ദ്രനും ഒരുമിച്ചണയും ദിനം അന്നു കൃതയുഗാരംഭം എന്ന് പറഞ്ഞിട്ടാണ് 49-ാമത്തെ ശ്ലോകത്തോട് കൂടിയിട്ട്
ഈ കൽക്കി അവതാരം എന്നുള്ളത് കഴിഞ്ഞത്. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനെ ഉപാസനാകാണ്ഡേ പഞ്ചസപ്തതിതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്താസികുനോ ഭവന്തു ആയിരിക്കട്ടെ എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.